വളരെ ഗഹനങ്ങളായിട്ടുള്ള ആശയങ്ങളുടെ തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഈ ഭാഗവതത്തിലുടനീളം നമ്മൾ ഇപ്പോൾ വളരെ ഗഹനങ്ങളായിട്ടുള്ള പല ചിന്തകളിലൂടെയുമാണ് കടന്നു പോയിട്ടുള്ളത്. അത് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് മുന്നോട്ടു പോകുവാൻ അനിവാര്യമായ കാര്യവുമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം ഇത് കേൾക്കാൻ. ഇത് കേൾക്കുമ്പം തന്നെ പൂർവാർജിതമായ അറിവുകളുടെ സമാഹാരം, ഓർമ്മകൾ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ആശയങ്ങളെ തടയാനും അത് ശരിയല്ല എന്ന് പറയുവാനുമുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴെങ്കിലും, ഈ ഭാഗവതത്തിലൂടെ നാം കടന്നു പോകുമ്പോഴെങ്കിലും നമ്മളുടെ പൂർവാർജിതമായ അറിവുകളെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കേൾക്കാൻ ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഓരോ അടി വയ്ക്കുമ്പോഴും ആ ഗുണം അനുഭവിക്കാൻ സാധിക്കും. മുന്നോട്ട് പോകുന്നതിൽ ഓരോ അടി വയ്ക്കുമ്പോഴും ആ ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ബ്രഹ്മാവ് തുടരുകയാണ്. അങ്ങയുടെ യജ്ഞത്തിന് ഭംഗം വരുത്തുന്നതിനായി യാഗാശ്വത്തെ അപഹരിക്കുന്ന ഇന്ദ്രൻ സൃഷ്ടിച്ചു വിടുന്ന എണ്ണമറ്റ പാഖണ്ഡന്മാരുടെ മധുര വചസ്സുകൾ കേട്ട് ജനങ്ങളുടെ മനസ്സ് സമ്മോഹിതമായി പോകുന്നതും യജ്ഞാദി കർമ്മങ്ങളിൽ അവർക്കുള്ള ശ്രദ്ധയും താല്പര്യവും നഷ്ടപ്പെട്ടു പോകുന്നതും അങ്ങ് കാണേണ്ടതാണ്. അങ്ങയുടെ യജ്ഞത്തിന് ഭംഗം വരുത്തുന്നതിനായി യാഗാശ്വത്തെ അപഹരിക്കുന്ന ഇന്ദ്രൻ സൃഷ്ടിച്ചു വിടുന്ന എണ്ണമറ്റ പാഖണ്ഡന്മാർ. ഒരാള് ഒരു ആധ്യാത്മികമായ സപര്യ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുവാൻ ശ്രമിക്കുന്നവർ പടച്ചുവിടുന്ന ആശയങ്ങളാകുന്ന പാഖണ്ഡന്മാർ. ആ പാഖണ്ഡന്മാരുടെ മധുരവചസ്സുകൾ വളരെ ഭംഗിയായിട്ടായിരിക്കും പലരും പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകളുടെ മാധുര്യത്തിൽപ്പെട്ട് വശംവദരാകരുത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ ഉള്ളിലേക്കിറങ്ങി ചെന്ന് അത് തനിക്ക് പ്രയോജനപ്രദമായതാണോ എന്ന് പരിശോധിക്കണം. മനോഹരമായ വാഗ്ജാലങ്ങൾ മനസ്സിനെ മുഗ്ധമാക്കും. ആ മോഹച്ചുഴിയിൽപ്പെട്ട് നാം നാശഗർത്തത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് പാഖണ്ഡന്മാരുടെ മധുരവചസ്സുകൾ കേട്ട് സമ്മോഹിതരായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ സമ്മോഹിതരായാൽ എന്ത് സംഭവിക്കും? യജ്ഞാദി കർമ്മങ്ങളിൽ അവർക്കുള്ള ശ്രദ്ധയും താല്പര്യവും നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികമായ പന്ഥാവിലൂടെ ചരിക്കുവാനുള്ള താല്പര്യം ഇല്ലാതെയാകും. അതും അങ്ങ് കാണേണ്ടതാണ്. അപ്പം ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ പ്രവൃത്തിയും ഭാഷണവും സ്വയം ഭ്രമത്തിൽപ്പെട്ടുണ്ടാകുന്നതാണോ എന്ന് ഉറപ്പിക്കണം. അവർ ഉപയോഗിക്കുന്ന, ഞാനടക്കമുള്ളവർ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ സമ്മോഹിപ്പിച്ച് അവരെ ധാർമ്മിക പന്ഥാവിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണോ എന്നും പരിശോധിക്കണം. ഈ പരിശോധനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രവർത്തികളും വാക്കുകളും മറ്റുള്ളവരെ ഒരു കാരണവശാലും ഭ്രമിപ്പിക്കുവാൻ ഇടയാക്കരുത്. ഇന്ദ്രൻ ഉപേക്ഷിച്ചിട്ടു പോയ പാഖണ്ഡ വേഷത്തെ ധരിക്കരുത്. അത് തനിക്കും മറ്റുള്ളവർക്കും ദോഷകരമായി ഭവിക്കും. പിതാവായ വേനന്റെ ദുർനയങ്ങളും നടപടികളും മൂലം ജനക്ഷേമത്തിനുതകുന്ന ശാസ്ത്രീയ വിധിയനുസരിച്ചുള്ള ധർമ്മം ഈ ലോകത്തിൽ നഷ്ടപ്രായമായി.
ആ ധർമ്മത്തെ പുനരുദ്ധരിച്ച് അവരെ പരിപാലിക്കാനായി അവൻ്റെ ശരീരത്തിൽ നിന്നും ഭഗവാൻ ശ്രീഹരിയുടെ അംശമായി അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങ് ധർമ്മനിഷേധികളായ പാഖണ്ഡന്മാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ദേവേന്ദ്രനുമായി ഏറ്റുമുട്ടാൻ പോകരുത്. പിതാവായ വേനന്റെ ദുർനയങ്ങളും ദുർനടപടികളും മൂലം ജനക്ഷേമത്തിനുതകുന്ന ശാസ്ത്രവിധി അനുസരിച്ചുള്ള ധർമ്മം ഈ ലോകത്തിൽ നഷ്ടപ്രായമായി. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പിതാവിൻ്റെ പ്രവർത്തികളും പിതാവിൻ്റെ ദുർനടപടികളും മകനെ ബാധിച്ചു കൊള്ളണം എന്നില്ല. അച്ഛൻ അല്ലെങ്കിൽ പൂർവികർ ചെയ്ത തെറ്റുകളുടെ പാപഭാരം ആ പരമ്പരയിൽപ്പെട്ടവർ ചുമന്നുകൊള്ളണം എന്നില്ല. ഇപ്പം നമ്മൾ അങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. പൂർവികർ ചെയ്തതിൻ്റെ പാപഭാരത്തെ ചുമലിലേക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ഇന്നത്തെ ചരിത്രം നടത്തുന്നത്. ചരിത്രത്തെ ഉപയോഗിച്ച് ഏതൊക്കെയോ നൂറ്റാണ്ടുകളിൽ പൂർവികർ ആരോടൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സ് കുറ്റബോധ ഭരിതമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കും അവരുടെ പൂർവികർ എന്തെങ്കിലും ദുർനടപടികളോ ദുർനയങ്ങളോ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല. എൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ള ദുഷ്പ്രവർത്തികളുടെ ഉത്തരവാദിത്വം എനിക്ക് ഇല്ല. അതാണ് ഇവിടെ ബ്രഹ്മാവ് ഈ കഥാഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള നടപടികളുടെ കുറ്റബോധത്താൽ ജീവിക്കേണ്ട ആവശ്യകത ഇല്ല. പിതാവായ വേനന്റെ ദുർനയങ്ങളും ദുർനടപടികളും മൂലം ജനക്ഷേമത്തിനുതകുന്ന ശാസ്ത്രവിധി അനുസരിച്ചുള്ള ധർമ്മം ഈ ലോകത്തിൽ നഷ്ടപ്രായമായി. ആ ധർമ്മത്തെ പുനരുദ്ധരിച്ച് അവരെ പരിപാലിക്കാനായി അവന്റെ ശരീരത്തിൽ നിന്നും ഭഗവാൻ ശ്രീഹരിയുടെ അംശമായി അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. വളരെ മോശമായ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിക്ക് ഉരുത്തിരിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ മോശമായ ഒരു പാരമ്പര്യത്തെ എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് ശ്രേഷ്ഠമായിട്ടുള്ള ജന്മങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ജന്മങ്ങളിൽപ്പെട്ടവരല്ല ഞാനും നിങ്ങളും എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ആർക്ക് പറയാൻ സാധിക്കും? ഏത് ചരിത്രം ഉപയോഗിച്ച് പറയുവാൻ സാധിക്കും? ഇനി ഇത് നമ്മൾ കുറച്ചും കൂടി മാനസികമായിട്ട് സൈക്കോളജിക്കലായിട്ട് വിശദീകരിച്ചാൽ പൂർവ്വ ചെയ്തികൾ, നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ്വ ചെയ്തികൾ മോശമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ നല്ലത് ചെയ്യാൻ പറ്റുന്നവരല്ല എന്ന നിഗമനത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും പാസ്റ്റ് എന്തുമായി കൊള്ളട്ടെ, നമ്മുടെ പ്രസന്റ് ധാർമ്മികമാക്കാൻ നമുക്ക് സാധിക്കും. വേനനിൽ നിന്ന് ശ്രീഹരിക്ക് അവതരിക്കാമെങ്കിൽ ഈശ്വരാംശജൻ ഒരു ദുഷ്ടനിൽ നിന്നുണ്ടാകാമെങ്കിൽ അത് ആരിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. നമ്മളൊന്നും അത്ര കൊടിയ പാപങ്ങളോ കൊടിയ ദുർനടപടികളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പാസ്റ്റ് എന്തുമായി കൊള്ളട്ടെ, അതിൻ്റെ കുറ്റഭാരത്താൽ കുറ്റബോധത്തിൽ നാം ജീവിക്കേണ്ടതായിട്ടില്ല. ഇതൊരു വലിയ ആശ്വാസദായകമായ ഭാഗമാണ്. ഒരു ഭാഗത്ത് പണ്ടുള്ളവർ ചെയ്തതിൻ്റെ ചെയ്തികളെ വിശകലനം ചെയ്ത് ഇന്നുള്ളവർക്കെതിരെ സമൂഹത്തെ വിഘടിപ്പിക്കുവാനായിട്ട് ചരിത്രം വിനിയോഗിക്കപ്പെടുന്നു.
അത് കേട്ട് വിശ്വസിച്ച ഒരു കൂട്ടർക്ക് കുറ്റബോധമുണ്ടാകുന്നു, വേറൊരു കൂട്ടർ അത് ഉപയോഗിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ നടപ്പിലാക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്തൊരു വ്യക്തി ആ ആള് ചെയ്തിട്ടുള്ള പൂർവ കർമ്മങ്ങളുടെ ഭാരത്താൽ കുറ്റബോധത്തിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. ഇത് രണ്ടും ഉപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം മുതൽ നമുക്ക് പുതിയ ആളായി മാറാൻ സാധിക്കും. നമുക്ക് ഈശ്വരന്റെ അവതാരമായി തീരാൻ സാധിക്കും. ധർമ്മ സംരക്ഷകരായി തീരുവാൻ സാധിക്കും. നമ്മളിൽ ആ സാധ്യത എപ്പോഴുമുണ്ട്, നമ്മൾ ആരുമാകട്ടെ. അതുകൊണ്ട് ഈ ഭാഗം നമുക്കൊന്നും കൂടി കേൾക്കാം. പിതാവായ വേനന്റെ ദുർനയങ്ങളും ദുർനടപടികളും മൂലം ജനക്ഷേമത്തിനുതകുന്ന ശാസ്ത്രവിധി അനുസരിച്ചുള്ള ധർമ്മം ഈ ലോകത്തിൽ നഷ്ടപ്രായമായി. ആ ധർമ്മത്തെ പുനരുദ്ധരിച്ച് അവരെ പരിപാലിക്കാനായി അവന്റെ ശരീരത്തിൽ നിന്നും ഭഗവാൻ ശ്രീഹരിയുടെ അംശമായി അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. ഈ അവതാരം എപ്പോൾ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് ഒരാളും കുറ്റബോധത്താൽ, കുറ്റഭാരത്താൽ നമ്രശിരസ്കരായി ആജീവനാന്തം നിൽക്കേണ്ടുന്ന ആവശ്യകതയില്ല. ഈ നിമിഷം നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും. നമ്മളിലുള്ള ഈശ്വരത്വത്തെ കണ്ടെത്തി അതിനെ നടപ്പിലാക്കാൻ, മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം. അങ്ങനെയുള്ള അങ്ങ് പൃഥു മഹാരാജാവിനോട് പറയുകയാണ്, അങ്ങനെയുള്ള ദുഷ്ടനായ വേനന്റെ ശരീരം കടഞ്ഞെടുത്തപ്പോൾ അവതരിച്ച ശ്രീഹരിയുടെ അംശാവതാരമായ അങ്ങ് ധർമ്മനിഷേധികളായ പാഖണ്ഡന്മാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ദേവേന്ദ്രനുമായി ഏറ്റുമുട്ടാൻ പോകരുത്. ഒരിക്കൽ നമ്മുടെ പൂർവിക പശ്ചാത്തലത്തെ കുറിച്ചിട്ടൊരു കൃത്യമായ ധാരണ നമുക്കുണ്ടായാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മാറാനുള്ള കഴിവുണ്ട്. തികച്ചും അധാർമികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും ധാർമ്മികമായ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറാനുള്ള കഴിവും അധികാരവും യോഗ്യതയും നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു ഉത്തരവാദിത്വവും ഉണ്ട്. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പൃഥു മഹാരാജാവിനെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് ധർമ്മനിഷേധികളായ പാഖണ്ഡന്മാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ദേവേന്ദ്രനുമായി ഏറ്റുമുട്ടാൻ പോകരുത്. പ്രജാക്ഷേമ തത്പരനും സർവസമർത്ഥനുമായ മഹാരാജാവേ, ഭൃഗു തുടങ്ങിയ പ്രജാപതിമാരുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ശ്രീഹരിയുടെ അംശമായി അവതരിക്കുന്ന അങ്ങ് പ്രജകളുടെ ശ്രേയസിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ആ പ്രജാപതികളുടെ സങ്കല്പത്തിനനുസൃതമായി പെരുമാറിയാലും ദേവേന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പാഖണ്ഡന്മാർ ലോകത്തിൽ അധർമ്മം വളർത്തുവാൻ ചെയ്യുന്ന കഠിനശ്രമങ്ങളെ ചെറുക്കേണ്ടതും ആവശ്യമാണ്. അതാണ് അങ്ങയുടെ ധർമ്മം. പ്രജാക്ഷേമ തത്പരനും സർവസമർത്ഥനുമായ മഹാരാജാവേ, അങ്ങ് സർവസമർത്ഥനാണ്. എന്ത് കാര്യവും അങ്ങേക്ക് ചെയ്യാൻ സാധിക്കും. ഈ 100ാമത്തെ യാഗവും പൂർത്തീകരിക്കുവാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് സാധിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങ് ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ മാത്രം കഴിവുള്ളയാളല്ല. അങ്ങ് പ്രജാക്ഷേമ തൽപരനും കൂടിയാണ്. തൻ്റെ പ്രവൃത്തികൾ തൻ്റെ പ്രജകൾക്ക്, തൻ്റെ ചുറ്റുമുള്ളവർക്കും ഗുണകരമാണോ എന്നും ചിന്തിച്ചറിയുവാനുള്ള കഴിവ് അങ്ങേക്കുണ്ട്. അപ്പം തൻ്റെ കാര്യം മാത്രം നോക്കാനുള്ള കഴിവ് അങ്ങേക്കുണ്ട്. അത് മാത്രമല്ല അങ്ങേക്കുള്ളത്, മറ്റുള്ളവർക്കത് ഗുണപ്രദമാണോ എന്ന് ചിന്തിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവും അങ്ങേക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംബോധനയിലൂടെ. സംബോധന സമ്യക്കാകും വണ്ണം ബോധിപ്പിക്കുന്നതാണ് സംബോധന. ഒരാളെ സംബോധന ചെയ്യുമ്പോൾ
അയാളിലുള്ള ശ്രേഷ്ഠമായ ഗുണങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനുതകുന്ന രീതിയിലുള്ള ആയിരിക്കണം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാളെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് സംബോധന ചെയ്യരുത് എന്ന് പറയുന്നത്. സംബോധന എന്ന് പറഞ്ഞാൽ സമ്യക്കാകും വണ്ണം ബോധിപ്പിക്കുന്നതാണ്, ബോധത്തെ ഉണർത്തുന്നതാണ്, ചേതനയെ ഉണർത്തുന്നതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സംബോധനകൾ മാത്രം ഉപയോഗിക്കുക. വാക്കുകൾ കോൺഷ്യസ് തലത്തിൽ നിന്ന് അൺകോൺഷ്യസ് തലത്തിലേക്ക് പോയി മാറ്റങ്ങൾ വരുത്തുവാൻ ശക്തമായതാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സംബോധനകളിലൂടെ മറ്റുള്ളവരെ വിളിക്കുക. അവരിലുള്ള സദ്ഗുണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കുന്നതായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ വാക്കുകൾ. അതിൽ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളവരെ സംബോധന ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമായിരിക്കും. അതുകൊണ്ട് ഈ സംബോധനകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ മഹാരാജാവിനെ വിളിക്കുകയല്ല ചെയ്യുന്നത്. മഹാരാജാവിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ധാർമ്മികമായിട്ടുള്ള തലങ്ങളെ ഉണർത്തുവാൻ പര്യാപ്തമാകുന്ന രീതിയിലാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പ്രജാക്ഷേമ തത്പരനും സർവസമർത്ഥനുമായ മഹാരാജാവേ എന്ന് മാത്രം വിളിച്ചാൽ പോരെ. മാത്രാലാഭാത് പുത്രലാഭവത് എന്നാണ്. വാക്കുകൾ എത്ര കുറയ്ക്കുന്നുവോ പുത്രന്മാരെ അത്രയും പുത്രന്മാരുണ്ടായി എന്നുള്ളതുപോലെ സന്തോഷകരമാണ് എന്ന് കരുതിയിരുന്ന മഹർഷീശ്വരന്മാര് ഇവിടെ വാക്കുകൾക്ക് ലുബ്ധൊന്നും കാണിക്കുന്നില്ല. കാരണം ഈ വാക്കുകൾക്കെല്ലാം പ്രയോജനമുണ്ട്. അത് കേൾക്കുന്നവരിൽ ഉദാത്തമായ ചിന്തകളെ ഉണർത്തും. വാക്കുകൾ ചിന്തകളെ ഉണർത്തും. നമ്മുടെ വാക്കുകൾ എപ്പോഴും സച്ചിന്തകളെ ഉണർത്തുന്നവയായിരിക്കട്ടെ. വളരെ ഗംഭീരമായിട്ടുള്ള ആശയങ്ങളാണ് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത്. പ്രജാക്ഷേമ തൽപരനും സർവസമർത്ഥനുമായ മഹാരാജാവേ, ഭൃഗു തുടങ്ങിയ പ്രജാപതിമാരുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ശ്രീഹരിയുടെ അംശമായി അവതരിച്ചിരിക്കുന്ന അങ്ങ് പ്രജകളുടെ ശ്രേയസിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അങ്ങുണ്ടായത് അങ്ങയുടെ താല്പര്യം അനുസരിച്ചിട്ടല്ല. അങ്ങുണ്ടായത് ലോകരുടെ താല്പര്യമനുസരിച്ചിട്ടാണ്. പൃഥു മഹാരാജാവ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ലോക മംഗളത്തെ ഉദ്ദേശിച്ച് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ഇവിടെ ധർമ്മ സംസ്ഥാപനം നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്കും ചില ധാർമ്മികമായ സംരക്ഷണങ്ങൾ നടത്താനായിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് അറിയപ്പെട്ടുകൊള്ളണമെന്നില്ല, പക്ഷെ നമുക്കും ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുണ്ട്. ചില സ്ഥാപനങ്ങൾ ചെയ്യുവാനും അധർമ്മ വിനാശനം വരുത്തുവാനും ഉള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഉരുത്തിരിഞ്ഞു വരുന്നത് ഇതുപോലെ ലോകമംഗളം ആഗ്രഹിച്ചിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ പ്രാർത്ഥനാവചസ്സുകളുടെ അനന്തരഫലമായിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ശ്രീഹരിയുടെ അംശം തന്നെയാണ്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും ഉണ്ട്. അങ്ങ് മഹാരാജാവേ, ഭൃഗു തുടങ്ങിയ പ്രജാപതിമാരുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ശ്രീഹരിയുടെ അംശമായി അവതരിച്ചിരിക്കുന്ന അങ്ങ് പ്രജകളുടെ ശ്രേയസിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നതിനെ കുറിച്ച് മാത്രമല്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്നാണ് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് വേണ്ടി നാം ചെയ്യുന്നതെല്ലാം മറ്റുള്ളതിനും മറ്റുള്ളവർക്കും ഗുണപ്രദമായിരിക്കണം. ചരാചരങ്ങൾക്ക് ഗുണപ്രദമായ പ്രവൃത്തികൾ വേണം
ചെയ്യുവാൻ. അത് അറിയപ്പെട്ടു കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും പ്രശസ്തിയുടെ കൊടുമുടി കയറിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളവരെയും ഉള്ളതിനെയും ശോഭനമാക്കുന്നതായിരിക്കണം. പ്രജകളുടെ ശ്രേയസിനെ കുറിച്ചാണ് അങ്ങ് ആലോചിക്കേണ്ടത്. ആ പ്രജാപതികളുടെ സങ്കല്പത്തിനനുസൃതമായി പെരുമാറിയാലും. എന്തിനു വേണ്ടിയിട്ടാണോ നാം ഓരോരുത്തരും ഓരോ രൂപമെടുത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്, ആ ആശയത്തോട്, ആ ഒരു ആദർശത്തോട് കൂറ് പുലർത്തിയാലും. ലോകമംഗളത്തിനായി കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ലോകരുടെ പ്രാർത്ഥനാവചസ്സുകളുടെ അനന്തരഫലമാണ് എൻ്റെയും നിങ്ങളുടെയും ജന്മം. അതുകൊണ്ട് അതിന് അനുസൃതമായി പെരുമാറിയാലും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദേവേന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പാഖണ്ഡന്മാർ ലോകത്തിൽ അധർമ്മം വളർത്തുവാൻ ചെയ്യുന്ന കഠിന ശ്രമങ്ങളെ ചെറുക്കേണ്ടതും ആവശ്യമാണ്. അതാണ് അങ്ങയുടെ ധർമ്മം. അതാണ് നമ്മളിവിടെ ശക്തിയുക്തമായിട്ട് നിർവഹിച്ചത്. പല്ലും നഖവും ഉപയോഗിച്ച് ഈ പാഖണ്ഡന്മാരെ എതിർക്കേണ്ടതായിട്ടുണ്ട്. ആ എതിർപ്പാണ് നമ്മളിവിടെ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഭ്രമിപ്പിക്കുന്നവരെ രക്ഷിക്കുവാനും അവർ ഉണർത്തുന്ന ഭ്രമത്തിൽ നിന്ന് കേൾക്കുന്നവരെ രക്ഷിക്കുവാനും ഉള്ള ചെറുതായിട്ടുള്ള പ്രയത്നമെങ്കിലും നാം ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ദേവേന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പാഖണ്ഡന്മാർ ലോകത്തിൽ അധർമ്മം വളർത്തുവാൻ ചെയ്യുന്ന കഠിന ശ്രമങ്ങളെ ചെറുക്കേണ്ടതും ആവശ്യമാണ്. അതാണ് അങ്ങയുടെ ധർമ്മം. ധാർമ്മികമായ പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അധാർമികത പരത്തുന്നവരെ ചെറുക്കണം. അവരിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കണം. അതും നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്.